വ്യത്യസ്തനായ ഒരു ബാർബറുണ്ട് തളിപ്പറമ്പ് പടപ്പേങ്ങാട്. വിശ്വനാഥൻ എന്ന നാട്ടുകാരുടെ സ്വന്തം വിജയേട്ടനാണ് സഹജീവി സ്നേഹത്തിന്റെ പാഠം പകർന്നു നൽകിക്കൊണ്ട് മുടി വെട്ടാനിറങ്ങുന്നത്. പ്രതിഫലം ഒന്നും ആഗ്രഹിക്കാതെയാണ് ഈ 74കാരന്റെ യാത്ര. വ്യത്യസ്തനാമൊരു ബാർബറാണ് പടപ്പേങ്ങാട് സ്വദേശിയായ വിശ്വനാഥൻ എന്ന നാട്ടുകാരുടെ സ്വന്തം വിജയേട്ടൻ. അതിരാവിലെ കത്രികയുമെടുത്തുള്ള വിജയേട്ടന്റെ നാട്ടുവഴികൾ താണ്ടിയുള്ള യാത്ര തുടങ്ങിയിട്ട് വർഷങ്ങളായി. പ്രായാധിക്യം മൂലം അവശതയനുഭവിക്കുന്നവരുടെയും കിടപ്പിലായ രോഗികളുടെയും വീട്ടിലേക്കാണ് ഈ യാത്ര. വർഷങ്ങളായി ഇത്തരത്തിലുള്ളവരുടെ മുടിവെട്ടി നൽകുന്നത് വിജയേട്ടനാണ്. മുന്നേ ബാർബർ ഷോപ്പ് ഉണ്ടായിരുന്നുവെങ്കിലും തന്റെ സേവനം ആവശ്യമുള്ളവർ വീടുകളിലാണ് എന്ന് കണ്ട് അതും ഉപേക്ഷിച്ചു. ഇനി പ്രതിഫലമാകട്ടെ എന്തെങ്കിലും കിട്ടിയാൽ വാങ്ങിക്കും, ഇല്ലെങ്കിൽ മടങ്ങും. ധനത്തിനേക്കാളും സമ്പത്തിനേക്കാളും പ്രധാനം മനുഷ്യർ തമ്മിലുള്ള സ്നേഹബന്ധത്തിനാണെന്ന് വിജയേട്ടൻ പറയുന്നു. ഞാൻ 55-ാമത്തെ വയസ്സിൽ തുടങ്ങിയത് വർക്ക്ഷോപ്പില്ല. കാരണം വർക്ക്ഷോപ്പെല്ലാം ഞാൻ വിട്ടു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ സാഹചര്യങ്ങളും പിന്നെ നോക്കുമ്പം എനിക്ക് എന്തെല്ലോ സംഭവിച്ചു പോയി. അതുകൊണ്ട് ഞാനങ്ങനെ അത് നിർത്തി. പിന്നെ പ്രസമാതാക്കളുടെ പറമ്പിൽ വീടുകളുള്ളതുകൊണ്ട് അവരെല്ലാം ഒരു ഇതിന് വേണ്ടി ഞാൻ പോകുന്നു. കിട്ടുന്ന പ്രതിഫലം മേടിക്കുന്നു. ചോദ്യമെല്ലാം മേടിക്കുന്നത് കിട്ടിയാൽ മേടിക്കും, കിട്ടിയിട്ട് മേടിക്കും. ധനവും പണമല്ലേ ഇവിടെ പ്രശ്നം. ജീവിതത്തിൽ സ്നേഹബന്ധമാണ് ആവശ്യം. ബന്ധമുണ്ടോ, സ്നേഹമുണ്ടോ, ബന്ധമുണ്ടോ എന്നാൽ എല്ലാം ഉണ്ടാവും. അതല്ലെങ്കിൽ ഒന്നുമില്ല. ശത്രുമിത്രം എന്ന് പറഞ്ഞാൽ ശത്രു നമ്മൾ തന്നെയാണ്. എന്നാൽ മറ്റുള്ളവരെ കാണുമ്പം ശത്രുവായിട്ട് പോകുന്നു. ആരെങ്കിലും കൊടുക്കുന്ന പ്രതിഫലത്തിൽ നിന്നും ഒരു ഭാഗം നിരാലംബരും അശരണർക്കുമായാണ് മാറ്റിവെക്കുന്നത്. ഒഴിവു സമയങ്ങളിൽ വൃദ്ധസദനങ്ങളും സന്ദർശിക്കും. ഇനി ചെരുപ്പ് ധരിച്ചതാകട്ടെ കല്യാണ ദിവസം മാത്രമാണ്. എന്താണ് ചെരുപ്പ് ധരിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ ഭൂമിയുടെ സ്പന്ദനമറിഞ്ഞു നടക്കാനാണ് തനിക്കിഷ്ടമെന്ന് വിജയേട്ടൻ പറയുന്നു. മറ്റുള്ളവരിൽ നിന്നും ഏറെ വ്യത്യസ്തനാണ് വിജയേട്ടൻ. സഹജീവി സ്നേഹത്തിന്റെ പാഠം പകർന്നു നൽകിയാണ് വിജയേട്ടൻ യാത്ര തുടരുന്നത്. ആലക്കോട് നിന്നും അമൽ രാമചന്ദ്രൻ, കണ്ണൂർ വിഷൻ.